എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട് കോട്ടയത്താണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് കണ്ണൂരാണ്. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ മാതാവിന് വേണ്ടി ഈശോയ്ക്ക് 1000 നന്ദിയുണ്ട്. കാരണം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് ജൂൺ 2023 അന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് 3 ദിവസത്തെ ലീവിന് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് നിൽക്കാനാണ് ഞങ്ങൾ കുവൈറ്റിൽ പോയത്. പക്ഷേ ഇവിടെ ഫാമിലി വിസയ്ക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കി കുവൈറ്റിൽ എഴുതാം. ഞാനപ്പോൾ നോക്കി ഉടമ്പടി എടുക്കുമ്പം എല്ലാവരും കാശുരൂപവും ഉപ്പും ഉപയോഗിച്ച് അമ്മ അതിന് അനുഗ്രഹം നേടുന്നതെന്ന് കണ്ടപ്പം ഒത്തിരി സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഞാൻ 3 ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഓർത്ത് നോക്കി ഉടമ്പടി എടുത്തല്ലോ, ഇനി എല്ലാം ആയി, എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ നവംബറിൽ ഡേറ്റ് എടുത്തു. നവംബർ 11 എക്സാം. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ടും പഠിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല എക്സാമിനൊന്നും. എൻ്റെ സാറന്മാർ വരെ പറയുമായിരുന്നു, അഞ്ജു നീ, കാരണം കുവൈറ്റ് ടൈമും ഇന്ത്യൻ ടൈമും വ്യത്യാസം ആയതുകൊണ്ട് അവർ പറഞ്ഞു നീ എന്തിന് ഇത്രയും കഷ്ടപ്പെടുന്നത്, നീ എന്നാളും ജയിക്കും, ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ മെറിറ്റായിരുന്നു ഞാൻ കൂടുതലും നോക്കിയത്. മാതാവിൻ്റെ ഗ്രേസ് ഞാൻ കാണാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത്. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. അന്നേരം എനിക്ക് ക്ലബിംഗ് സ്കോർ ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അത്രയും പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും 3B പ്രതീക്ഷിച്ച് തന്നെ പോയി എക്സാം എഴുതിയതാണ്. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇനി എക്സാം എഴുതുന്നില്ല, നമുക്കിത് വേണ്ട, ഇനിയുള്ള കെയർ വിസയ്ക്ക് നോക്കാം, എനിക്കിനി ഒയിറ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടായി പറഞ്ഞു ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ്, നീ ഇതുകൂടെ നോക്ക്, ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടായി എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് തന്നു ജനുവരിയിൽ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചില്ല. ലിസണിങ്ങിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശരിക്കും സാക്ഷ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. ലിസണിങ്ങിന്, റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിച്ചു, റൈറ്റിങ്ങിന് വേണ്ടി ഞാൻ വചനങ്ങൾ എഴുതി, സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ ഓരോന്നും മാതാവിന് മാത്രം സമർപ്പിച്ച് എനിക്ക് പറ്റുന്നവരോടൊക്കെ മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണോ എൻ്റെ ജനുവരിയിൽ എക്സാം എഴുതിയത്. ഞാൻ വായിച്ച് പ്രാർത്ഥിച്ച മാതാവേ, ഞാൻ ഏത് സ്ഥലം വേണമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഇതില്ല, മാതാവ് പറയണം ഏത് സ്ഥലത്തോട്ട് ഞാൻ പോകണമെന്ന്. കാരണം എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു മെറിറ്റും ഇല്ല. ഈ ഒരു എക്സാം ഫുള്ളായിട്ട് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം എൻ്റെ കഴിവൊന്നുമില്ല. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എൻ്റെ പെൻസിലേലും എൻ്റെ ആൻസർ ഷീറ്റിലും മുഴുവൻ ഉപ്പും തൈലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ, അവർക്ക് ഞാൻ തൈലവും ഉപ്പും എല്ലാം കൊടുത്തു. എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം പാസ്സാവും. പക്ഷേ എന്നാലും ചെറിയ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്നൊരു ചെറിയൊരു തോന്നലും ഉണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. എൻ്റെ 2 വീട്ടിലാണല്ലോ ഒത്തിരി പേര് എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാമിന് റിസൾട്ട് വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫാമിലി ഫുൾ അയർലൻഡിലാണ്. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അയർലൻഡിലാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് പോകാനാണോ നിന്നെ വിളിക്കുന്ന ഈ എക്സാമിന്, എനിക്കറിയത്തില്ല, നിൻ്റെ തീരുമാനം എന്നാണോ അത് ഏത് സ്ഥലമാണ് ഞാൻ ചൂസ് ചെയ്തോളാം, കിട്ടുമോ ഇല്ലെന്നുള്ളതെല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. കറക്റ്റ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോറാണ് 3Bയും 1 C+. എൻ്റെ ലിസണിങ്ങിന് എനിക്ക് 420 മാർക്കുണ്ട്. കാരണം ഞാൻ ഓഡിയോ കേട്ട് എക്സാം എഴുതി, എനിക്കറിയത്തില്ല ശരിക്കും. ഞാൻ സാക്ഷികൾ മാത്രമേ എൻ്റെ ലിസണിങ്ങിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. റീഡിങ്ങിലാണെങ്കിൽ ഞാൻ ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ B പാട്ട് C പാട്ടൊന്നും ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല. A പാട്ട് മാത്രമേ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ DL വെച്ചു. അയർലൻഡിൽ പോകുന്ന നമുക്ക് DL വേണം. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒത്തിരി ഡിലേ ആവും, പേപ്പർ വർക്ക്സൊക്കെ ഭയങ്കര താമസമാണ്, 6 to 7 months ഒക്കെ എടുക്കും, ഇപ്പോഴും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓരോ പേപ്പറിലും സബ്മിറ്റ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥനയോടെയും ഒത്തിരി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ DL വെച്ചു. 17 ദിവസം മാത്രമേ എടുത്തുള്ളൂ DL വരാനായിട്ട്. 17 ദിവസം DL വന്നു. അതിനുശേഷം ഞാൻ കുവൈറ്റിൽ തന്നെ വർക്ക് ചെയ്തു. കാരണം ഇൻ്റർവ്യൂസൊക്കെ ഇച്ചിരി ഡിലേ ആയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. കാരണം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു വെച്ചാൽ ഞാൻ കൂടുതൽ കൊന്തയില്ലാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ ഇത്രയും കൊന്ത ചെല്ലിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് അവിടെ ഒരു കുവൈറ്റിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, കൃപാസനം ഗ്രൂപ്പുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ വരുമ്പം ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച എനിക്ക് ഓഫായിരുന്നു, എല്ലാ ഫ്രൈഡേയ്സും എനിക്ക് ഓഫാണ്. പറ്റുന്ന ഫ്രൈഡേയ്സിലെല്ലാം ഞാൻ ഞങ്ങളുടെ ജപമാലയ്ക്ക് പോകുമായിരുന്നു. കൂടുതൽ നേരം തമ്പുരാനെ കേൾക്കാനും മാതാവിനെ അറിയാൻ ഒത്തിരി നേരം ഞാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഡിസംബറിലാണ് എൻ്റെ ഇൻ്റർവ്യൂ വന്നത്.
ഡിസംബറിൽ ഇൻ്റർവ്യൂ വന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ അത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൈലം ഞാൻ എൻ്റെ ലാപ്പിൽ എല്ലാത്തിനും തൂത്തു. എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടുമായിരുന്നു. കാരണം ഒത്തിരി എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു, കിട്ടില്ലായിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ മാതാവിനെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. എന്നെ ഒത്തിരി പേര് പലർക്കും തളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എന്നെ കൈവിടുകയില്ലെന്ന്. അമ്മ എന്നെ ഇൻ്റർവ്യൂ പാസ്സാക്കി. അവസാനം മാം പറഞ്ഞു, ഞാൻ എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു നല്ലതെന്ന്. എനിക്ക് അത്രയും സന്തോഷം. കാരണം അമ്മയാണ് അതിന് എല്ലാത്തിനും കാരണം. അതിനുശേഷം ഞാൻ എൻ്റെ ഓരോ PCCക്കും ഓരോ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ വിസയ്ക്ക് വെച്ച് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് കിട്ടുമായിരിക്കും, എല്ലാം പെട്ടെന്നായില്ല, ഇനി പെട്ടെന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1 month അന്ന് എനിക്ക് ഞാൻ അന്ന് രാവിലെ വെബ്സൈറ്റിൽ കയറിയത്. എനിക്കൊരു വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടൊന്നും എനിക്ക് ആവുന്നില്ല, എൻ്റെ വിസ എൻ്റെ നമ്പറേ കാണിക്കുന്നില്ല. ഞാനന്ന് അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നീ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പെട്ടെന്ന്, നമുക്ക് എന്നുള്ള മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ബ്രേക്കിന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം വിസ അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. എനിക്കതറിയത്തില്ല എന്തോരം ശരിക്കും ആ മൊമെൻറ്റിന് വേണ്ടി എൻ്റെ 2 കുടുംബവും അതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു. വിസ അപ്രൂവായി. ഞാൻ ഈ അടുത്ത ശനിയാഴ്ച അയർലൻഡിന് പോവുകയാണ്. എൻ്റെ സ്ഥലം ഇതുവരെ കൺഫേം ആയില്ല. അതും എൻ്റെ അമ്മ തന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം അഥവാ തരുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൈം വ്യത്യാസമാണെങ്കിൽ പോലും ഇവിടുത്തെ 5:30 ഞാൻ അവിടെ കേൾക്കും. ഏകദേശം ഒരു 2-2:30 3 മണി ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും അത് മുടക്കിയിട്ടില്ല. ഇവിടുത്തെ നാട്ടിലെ ടൈം വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കാനും ജപമാല എല്ലാനും ബൈബിൾ എന്നോട് ഇരിക്കും, അഞ്ചു നീ എങ്ങനെ ലിസണിങ്ങിനൊക്കെ ഇത്രയും മാർക്ക് ഒഴിച്ചു, നീ എങ്ങനെ OT പാസ്സായി? എനിക്കതിനെ ഒറ്റ ഉത്തരവുള്ളൂ, എൻ്റെ അമ്മ മാതാവ്, വേറെ ഒരു ഉത്തരവും ഇല്ല. ഞാൻ ആദ്യം എനിക്ക് ശരിക്കും കൃപാസനം എന്നൊക്കെ കേട്ടപ്പോൾ പത്രം കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. പക്ഷേ മമ്മി എന്നോട് പറഞ്ഞു, മുത്തേ അഞ്ചു എനിക്കിതിന് പോകണം, എനിക്കും കൃപാസനത്തിൽ പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മമ്മി പോകുമൊന്നും വേണ്ട, ഇതൊക്കെ വേറെ എന്തൊക്കെയാണ്, നമുക്കുള്ള പള്ളി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു ഓക്കെ മമ്മി, ഞങ്ങളായിട്ട് മമ്മിയോട് പറഞ്ഞു വേണ്ടെന്ന്. എന്നിട്ട് അവസാനം എൻ്റെ ഫോണിലോട്ട് തന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ നാട്ടുവതിന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ പ്രേക്ഷ പേപ്പറെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്. ചില സമയത്ത് ചില പേഷ്യൻസൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. പക്ഷേ അവിടെ എല്ലായിടത്തും ഒത്തിരി സൈലൻ്റ് ആയിട്ട് നിന്ന് ചില പേഷ്യൻസൊക്കെ വല്ലാണ്ടാകുമ്പം ശരിക്കും ഞാൻ അറബികളാകുമ്പോൾ നമുക്ക് ഒത്തിരി അവർ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് ഞാൻ ഒത്തിരി സൈലൻ്റായിട്ട് നിന്ന് കേട്ട് അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും കേൾക്കുമായിരുന്നു. അവർക്കൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥിക്കാൻ എല്ലാവരും നമ്മൾ പ്രോമിസ് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ഒരു രഹസ്യമെങ്കിലും ചെല്ലുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുപോലെ എനിക്ക് കിട്ടുന്ന സാലറി കിട്ടുമ്പം എന്നെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള ഞാൻ കോൺട്രിബ്യൂട്ട് എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ കുമ്പസാരം കുവൈറ്റിലായിരുന്നാലും പോലും ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അച്ഛൻ 2 ആഴ്ച കൂടുമ്പം ഞാനും എൻ്റെ കൊളീഗ്സും എല്ലാവരും വന്ന് 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. ഞങ്ങൾക്ക് വ്യാഴം വെള്ളി ശനിയായിരുന്നു അവിടെ, ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളുടെ കുർബാന ഉള്ളത്. ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ കുർബാനയ്ക്ക് വരുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഈവനിങ് ഡ്യൂട്ടി തന്നെ എടുക്കും. കാരണം മോർണിംഗ് ഇവിടുത്തെ സമയം നമുക്ക് ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ 11 o'clock ആകുമ്പം നമുക്ക് അവിടെ മോർണിംഗ് തന്നെ. അപ്പം നമുക്ക് ഈവനിങ് ഡ്യൂട്ടി എടുത്താൽ മോർണിംഗ് സുഖമായിട്ടിരുന്ന് നമുക്ക് ധ്യാനം കൂടാം. അപ്പം ഞങ്ങളെല്ലാം ചൊവ്വാഴ്ച റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ആരൊക്കെ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്നത് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോക്കോ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ബാക്കി എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്നാണ്. അതുപോലെ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വരുന്നതിന് ഒരാഴ്ച 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര വൈറ്റ് വെയിൻ എടുക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കും. അന്ന് എനിക്ക് 2-3 ദിവസം കൂടെ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകാൻ തീരാനായിട്ട്. എനിക്ക് ഭയങ്കര വൈറ്റ് വെയിനായിരുന്നു. എനിക്കറിയത്തില്ല അത് എന്ത് വേദനയായത്, എന്ത് ടെൻഷനും കൊണ്ടാണ് എനിക്കറിയത്തില്ല, ഭയങ്കര ഭയങ്കര എന്നെ പിടിച്ച് മുറുക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലം തൂത്തു, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചു. മാതാവ് ശക്തിയോട്ട് മാതാവ് എന്നെ സുഖപ്പെടുത്തിയെന്നാണ്. എനിക്ക് ഒരു ദിവസം കൂടെ എനിക്കറിയില്ലായിരുന്നു ഒരു ദിവസം ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളെന്ന് പോലും. നെക്സ്റ്റ് ഡേ അവരെന്നെ വിളിച്ചു പറഞ്ഞു, അഞ്ചു ഇന്നൊരു ദിവസം ഒരു ഡ്യൂട്ടി ഉള്ളൂ, ഇന്ന് വരണമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് അത്ഭുത സൗഖ്യമായിരുന്നു. കാരണം എന്നോട് പലരും പറഞ്ഞു ചിലപ്പോൾ റപ്ചർ ആയതായിരിക്കും, ഭയങ്കര ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി പേരും ടെൻഷൻ. എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ കൂടെയുണ്ട്, എല്ലാത്തിനും അമ്മയുണ്ടെന്ന്.
അതെനിപ്പോഴും വിശ്വസിക്കുന്നു. ഇനി എന്നും ഉടമ്പടിയിലായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. ഇനിയും ഒത്തിരിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. എല്ലാം അമ്മ ഇനിയൊരു സാക്ഷി അയർലൻഡിൽ ലീവിന് വരുമ്പം ഇതിലും നല്ല സാക്ഷിയായിട്ട് ഞാൻ വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. അഞ്ചു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, നന്നായി പഠിച്ച് സമയം മുഴുവനും കൊടുത്തുകൊണ്ട് പൂർണ്ണമായി ആത്മാർത്ഥതയോടുകൂടി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ആദ്യത്തെ OET പരീക്ഷ എഴുതുന്നത്. അത് പരാജയപ്പെടുകയും തൻ്റെ കോൺഫിഡൻസ് മുഴുവൻ തകരുകയും ഇനി എങ്ങനെ പഠിക്കണമെന്നറിയാതെ പ്രയാസപ്പെടുകയും ചെയ്ത നാളുകളിലാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് മകൾ പ്രവേശിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ വചനം വായിക്കുന്നതിന്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന്, അച്ഛൻ്റെ ധ്യാനം കൂടുന്നതിന് നിരന്തരം സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഞാൻ പിന്നൊരിക്കലും പണ്ടത്തേതുപോലെ പഠിച്ചിട്ടില്ല. പിന്നീടൊരിക്കലും പഠനമാണെല്ലാം എന്ന് കരുതി ജീവിച്ചിട്ടുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന്, സുവിശേഷവിഹിതമായ ജീവിതം നയിക്കുന്നതിന്, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ സ്വഭാവത്തെ എളിമപ്പെടുത്തി വിശുദ്ധീകരിക്കുന്നതിന്, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന എല്ലാ നന്മ പ്രവൃത്തികളും ഔദാര്യത്തോടും സ്നേഹത്തോടും ചെയ്തു കൊടുക്കുന്നതിന് എന്നെ തന്നെ ഒന്ന് പുതുക്കി പണിയുന്ന പ്രക്രിയയിലേക്കാണ് എൻ്റെ ഉടമ്പടി ജീവിതം കൊണ്ടുപോയത്. ആ ഉടമ്പടി ജീവിതം നയിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്കുറപ്പായിരുന്നു, അമ്മ മാതാവ് എന്നെ തേടിപ്പിടിച്ച് ഈ ആലയത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ, അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ അത് പൂർണ്ണമായും അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ കരം പിടിക്കുന്നതാണെന്ന്. ആദ്യകാലത്ത് പലപ്പോഴും തോന്നിയിരുന്നു, എന്തിനാ കൃപാസനത്തിൽ വരുന്നത്, വെറുതെ പത്രം കൊടുക്കാനുള്ള കാര്യങ്ങളിൽ എന്തിനാ ഏർപ്പെടുന്നത്. ഒത്തിരി സംശയത്തോടു കൂടിയാണ് അമ്മയുടെ അരികിലെത്തിയത്. എന്നാൽ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന്, എന്താണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമെന്ന്, എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ചെറുതാക്കിക്കൊണ്ട് ബലിയാക്കിക്കൊണ്ട് കൊടുക്കുവാനാവുന്ന നന്മ പ്രവൃത്തികളെന്ന്. അങ്ങനെ ജീവിതത്തെ ഒരു പുതിയ തലത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക. മകൾ പറയുന്നുണ്ട്, 2ാമത് പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ കാര്യമേ മാതാവിനോട് പറഞ്ഞുള്ളൂ, അമ്മ മാതാവ് ഏത് രാജ്യം ആഗ്രഹിക്കുന്നുവോ ആ രാജ്യത്തിലേക്ക് ചേർന്ന വിധത്തിലുള്ള സ്കോർ നൽകി സഹായിക്കണം. മകളുടെ പ്രിയപ്പെട്ടവരെല്ലാമുള്ള അയർലൻഡിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിലുള്ള സ്കോർ ലഭിച്ചു. അതിൻ്റെ പ്രോസസ്സെല്ലാം വേഗതയിൽ പൂർത്തീകരിച്ചു കൊടുത്തു. തടസ്സങ്ങളൊന്നും കൂടാതെ അടുത്ത ദിവസം അങ്ങോട്ട് പോകുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ചു. വിദേശത്ത് ജോലി പൂർത്തിയാക്കി നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വലിയ രീതിയിൽ വയറുവേദനയും ഫ്ലൈറ്റിൽ കയറുവാനാവാത്ത വിധം പ്രയാസമുള്ള വിഷയമാണിതെന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യുമ്പോഴും മകൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ജോലിയിൽ യാതൊരു തടസ്സവുമില്ലാതെ, ഇങ്ങോട്ട് പോരുവാൻ യാതൊരു പ്രശ്നവുമില്ലാതെ മകൾക്ക് യാത്ര ചെയ്യുവാനും അവിടെയുള്ള ജോലി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും സാധിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. മകൾ പറയുന്നുണ്ട്, വിദേശത്തായിരുന്നെങ്കിലും എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ജീവിക്കുന്നതിന് എനിക്കവിടെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും അമ്മ മാതാവ് അനുകൂലമാക്കി തന്നു. അച്ഛൻ്റെ ധ്യാനം കൂടുന്നതിന് രാവിലെയുള്ള സമയത്ത് ചൊവ്വാഴ്ചകളിൽ ഞാൻ ലീവെടുത്ത് അത് ഉച്ചക്കത്തേക്കുള്ള ഷിഫ്റ്റിലേക്ക് മാറ്റിക്കൊടുത്തു. അവിടെ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നതിന് വേണ്ടി അച്ഛനോട് സംസാരിച്ച് അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തെടുത്തു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ കൊടുത്തൻ്റെ വാക്ക്, ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ പുലർത്തിയപ്പോൾ, ജീവിച്ചപ്പോൾ എൻ്റെ ഓരോ കാര്യവും തടസ്സങ്ങൾ നീക്കി വേഗതയിലാക്കി അമ്മ മാതാവ് എന്നെ കൈപിടിച്ച് നടത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ആക്ടിവേറ്റ് ആവുക, ഉടമ്പടി വേഗത്തിൽ പ്രവർത്തിക്കുക നമ്മൾ ഉടമ്പടിക്ക് കൊടുക്കുന്ന പ്രാധാന്യമനുസരിച്ചാണ്. ഉടമ്പടിക്ക് വേണ്ടി നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് ഉടമ്പടിയുടെ ഫലങ്ങൾ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളായി അമ്മ മാതാവ് നമുക്ക് നേടിത്തന്നുകൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്
നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ വേഗം ഉടമ്പടി പ്രകാരം അനുവദിച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്